ഇക്കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിനായി കേരളം പൊടിച്ചത് 35 കോടി രൂപ. 25 കോടി ഫ്ലെക്സ് ബോർഡുകൾക്കും 10 കോടി രൂപ ജേഴ്സികൾക്കുമാണ് ചിലവഴിച്ചത്. ലോകകപ്പ് ആവേശത്തിൽ കേരളം ചിലവഴിച്ചത് 35 കോടി രൂപ. ജേഴ്സി, ഫ്ലെക്സ് പ്രിന്റിംഗ് എന്നിവയ്ക്കായാണ് സംസ്ഥാനത്തെ ഫുട്ബോൾ ആരാധകർ ഇത്രയധികം രൂപ ചെലവാക്കിയത്. ഫ്ലെക്സ് പ്രിന്റിങ്ങിന് മാത്രം 25 കോടിയോളം രൂപയുടെ കച്ചവടം നടന്നപ്പോൾ ജേഴ്സി വിൽപ്പനയിൽ നിന്ന് 10 കോടിയോളം രൂപയാണ് ലഭിച്ചത്. സ്കൂളുകളും വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമടക്കം ജേഴ്സി ഡേ സംഘടിപ്പിച്ചതും ഇക്കുറി ജേഴ്സി വിൽപ്പന കുതിച്ചുയരാൻ കാരണമായെന്ന് വ്യാപാരികൾ പറയുന്നു. വടക്കൻ ജില്ലകളിലാണ് ഭൂരിഭാഗം കച്ചവടവും നടന്നത്. ജേഴ്സി വിൽപ്പനയിൽ നിന്ന് 5 കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണെന്ന് സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ആരാധകരുടെ ഫ്ലക്സ് യുദ്ധമാണ് കച്ചവടം കൂടാൻ കാരണമായത്. വലിയ തോതിൽ ഫ്ലക്സുകൾ വിറ്റഴിഞ്ഞ സാഹചര്യത്തിൽ ഇവ പ്രകൃതിക്ക് ദോഷം വരാതെ കച്ചവടക്കാർ തിരിച്ചെടുക്കുമെന്ന ക്യാമ്പയിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പുതുതലമുറയ്ക്ക് ഫുട്ബോളിനോട് പ്രിയം വർദ്ധിച്ചതോടെ വരും വർഷങ്ങളിലും വിറ്റുവരവ് വർദ്ധിക്കുമെന്നും കച്ചവടക്കാർ പറയുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ടീമുകളുടെ ജേഴ്സികൾക്കായിരുന്നു വൻ ഡിമാൻഡ്. അർജന്റീന ജേഴ്സിക്കാണ് കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നത്. ടീമിൻ്റെ 3 ജേഴ്സിയും വലിയ തോതിൽ വിറ്റഴിഞ്ഞെങ്കിലും കൂടുതൽ ആളുകളും സ്വന്തമാക്കിയത് ഹോം ജേഴ്സിയും എവേ ജേഴ്സിയുമാണ്. അർജന്റീന ഫൈനലിലെത്തിയതോടെ 19-ന് സംസ്ഥാനത്തുടനീളം നടന്ന വലിയ വിൽപ്പനയാണ് 10 കോടി കച്ചവടത്തിലേക്ക് എത്തിച്ചത്. അർജന്റീന കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ജേഴ്സിയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത്. ഫൈനൽ ദിവസം സ്പെയിൻ ടീമിൻ്റെ ജേഴ്സിക്കും ഡിമാൻഡ് കൂടി. മലപ്പുറത്തിന് പുറമെ കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും അധികം ജേഴ്സി വിൽപ്പന നടന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.